ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പോയിട്ടുള്ള അതേ ഒരു അമ്പലത്തിലേക്ക് തന്നെ പ്രതാപനും മുത്തശ്ശിയും സീമന്തിനും ഒക്കെ പോകുന്നുണ്ട്. പ്രതാപനും മുത്തശ്ശിൻ്റെ ആദ്യം തന്നെ അവിടത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനും മഹാലക്ഷ്മി ആ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പ്രതാപനെയും മുത്തശ്ശിനെയും കാണുന്നുണ്ട്. പ്രതാപനെയും മുത്തശ്ശിനെയും കണ്ട് കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഒന്ന് ഷോക്കാകുന്നുണ്ട്. കണ്ണേട്ടൻ എങ്ങാനും പ്രതാപനും മുത്തശ്ശിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മതി, അവർക്ക് വേറെ ഒന്നും വേണ്ട, എല്ലാവരോടും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തുള്ള എല്ലാ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്നൊക്കെ എന്തുണ്ട് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാം, താൻ എന്ത് ചെയ്തു അയാളുടെ അടുത്തേക്കൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ വഴിതിരിക്കുക, അപ്പം ഞാൻ എന്ത് ചെയ്യാം നമ്മുടെ കാറിലേക്ക് പോയിരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ പോലെ തന്നെ മഹാലക്ഷ്മി എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പ്രതാപനും മുത്തശ്ശിയും ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു മഹാലക്ഷ്മിനെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപനോട്, ഇവൾ എല്ലാ അയ്യപ്പന്മാരുടെയും ക്ഷേത്രത്തിലേക്ക് പോയിട്ട് എല്ലാ അയ്യപ്പന്മാരും ഇവളുടെ കയ്യിലേക്ക് എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്, ഇവളെ വെറുതെ അല്ല അയ്യപ്പന്മാർ എന്ത് ചെയ്യുന്നത് ഇവളുടെ കൂടെ തന്നെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ട്, നേരെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിട്ട് മഹാലക്ഷ്മിയോട് ഓരോ വർത്താനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നീ എല്ലാ അമ്പലത്തിലും കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾക്കൊക്കെ എന്ത് ചെയ്തോ, ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഞങ്ങൾക്കൊക്കെ എന്ത് ചെയ്യട്ടെ അയ്യപ്പൻ അങ്ങനെയൊക്കെ ചെയ്തു തരട്ടെ, നിനക്ക് എന്ത് ചെയ്യട്ടെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ആരാ ചെയ്യാൻ എന്ത് ചെയ്യാം, ദൈവത്തിന് നന്നായിട്ട് അറിയാം, ഞാൻ എന്തായാലും അങ്ങനെ ആർക്കും ഒരു ദ്രോഹം ചെയ്യണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലാണ്, നിങ്ങളെപ്പോലെ എല്ലാവരെയും കൊല്ലണമെന്നോ എല്ലാവർക്കും ദോഷം മാത്രം വേണമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഇതിൻ്റെ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് എന്തുണ്ട്, കണ്ണൻ ആ ഒരു വഴികളിൽ നിന്ന് നേരെ കാറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ കണ്ണനാണെങ്കിൽ നേരെ മുമ്പിലേക്ക് വരുന്നത് നമ്മുടെ സീമന്തിൻ്റെ അടുത്തേക്കാണ്. പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള കണ്ണനാണെങ്കിൽ പെട്ടിരിക്കുന്ന അതിലേക്കാളും വലിയൊരു ആപത്തായിട്ടുള്ള സീമന്തിൻ്റെ മുമ്പിലാണ്. സീമന്തിൻ്റെ മുമ്പിലേക്ക് ചെന്നതോടെ എന്തുന്നുണ്ട്, മഹാലക്ഷ്മി പറയുന്നത്, അയ്യോ കണ്ണേട്ടാ വീണ്ടും നമ്മൾ പെട്ടല്ലോ, നമുക്ക് എന്ത് ഒന്നും കൂടി അകത്തേക്ക് പോയിട്ട് ഇവരൊക്കെ ഒന്ന് പോയതിന് ശേഷം തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടാളും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സീമന്തിനെയും മഹാലക്ഷ്മിനെയും കാണുന്നുണ്ട്. മഹാലക്ഷ്മിനെ വലിയ കണ്ടഭാവം നടിക്കാണ് നേരത്തെ തന്നെ പ്രതാപൻ്റെയും മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപനോട് മുത്തശ്ശിനോട് പറയുന്നുണ്ട്, ഇനി നിങ്ങളെങ്ങനെ ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നത് ഇവൾ അറിഞ്ഞോ, അല്ലെങ്കിൽ ഇവളുടെ അമ്മ മോഹിനി എങ്ങനെ അറിഞ്ഞിട്ടാണ് ഇവളിൽ നമ്മളിൽ നിന്ന് വരുന്ന ദിവസം തന്നെ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നത്, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം എതിരായിട്ട് ഇവൾ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അവളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, കാരണം ഞാനും അമ്മ എന്ത് ചെയ്തിട്ടില്ല, അവളുടെ മുമ്പൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തായാലും അവളറിയാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സീമന്തിനി എന്തെങ്കിലും പറയുന്നുണ്ട്, അപ്പോൾ ഇവളെന്ത് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ഇവളുടെ കൂടെ തന്നെ അയ്യപ്പൻ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് അയ്യപ്പനെ ഇവളുടെ നമ്മളുടെ അടുത്തേക്ക് ആക്കണം, ഇനിയിപ്പം നമുക്ക് എന്ത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒക്കെ വരാം, എന്നിട്ട് എല്ലാ കാര്യങ്ങളും പൂജകളും ഒക്കെ എന്ത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന അയ്യപ്പൻ അങ്ങ് കേൾക്കും, പിന്നെ എന്ത് ചെയ്യാം മഹാലക്ഷ്മിനെ നമുക്ക് ചവിട്ടി പുറത്താക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എന്തുണ്ട് ഇവരുടെ എല്ലാ പ്ലാനുകളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നതെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.